വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലും അതുപോലെ തന്നെ അമരക്കുനി ഭാഗത്തുമൊക്കെ നിലനിൽക്കുന്ന കടുവ ഭീതി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക എന്നുള്ള ദൗത്യവുമായി ഇപ്പോഴും RRT സംഘം അടക്കമുള്ള വനപാലകർ ഇപ്പോൾ ആ യജ്ഞം തുടരുകയാണ്. ഇപ്പോൾ വയനാട് ജില്ലാ കളക്ടർ പുൽപ്പള്ളി പഞ്ചായത്തിലെ 8, 9, 11 അതായത് ആടിക്കൊല്ലി, അച്ചനഹള്ളി, ആശ്രമക്കൊല്ലി ഈ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ആടിക്കൊല്ലിയിൽ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം കടുവ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം അവിടുന്ന് 2 തവണയായിട്ട് ഇത്തരത്തിൽ ആടിനെ കൊന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ നിരോധനാജ്ഞ പറഞ്ഞിരിക്കുന്നത്. ഒരു സംഘർഷാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിരോധനാജ്ഞ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ തൂപ്ര എന്ന ഭാഗം, അതായത് ഇന്നലെ രാത്രി 11:30 ആടിനെ കൊന്ന ഭാഗത്ത്, തൂപ്ര എന്ന ഭാഗത്ത് ഇന്ന് രാവിലെയോടെ വനപാലകരെത്തി അവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്ത് ഒരു പുതിയ കൂട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ കെണി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ ഇന്ന് അതായത് ഈ ആടിനെ തന്നെ ഇരയാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് കടുവ വരികയാണെങ്കിൽ കടുവയെ കണ്ടാലുടൻ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യം തന്നെയാണ് RRT സംഘം വനപാലകരെല്ലാം തന്നെ തുടരുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് വളരെ കർശനമായി തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് RRT സംഘം. കടുവയെ കണ്ടാലുടൻ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയൂ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഇത് വളരെയധികം ബാധിച്ചിട്ടുമുണ്ട്. MBS ആണ് വിവരങ്ങൾ നൽകിയത്.